ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് കേട്ടിട്ടുണ്ടോ? സൈക്കോളജിയിൽ ഇത് കേൾക്കാൻ നല്ല രസമാണെങ്കിൽ BPD ഈ രോഗാവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ ആളുടെ കൂടെ കഴിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, വികാരങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഇയാൾക്ക് ഭയങ്കര കഴിവ് കുറവാണ്. പെട്ടെന്ന് വയലൻ്റ് ആകും, അന്യൻ സ്റ്റൈലിലേക്ക് പെട്ടെന്ന് മാറും, പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് വരാം. സൂയിസൈഡ് ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. വയലൻസിലേക്ക് പോകാൻ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ട്. സബ്സ്റ്റൻസ് അബ്യൂസ് ഉണ്ട്. പിന്നെ ബിഞ്ച് ഈറ്റിംഗ് ഉണ്ട്. അതോടൊപ്പം തന്നെ വല്ലാത്ത ശൂന്യതയിലേക്ക് ആൾക്ക് പോകാം. പിന്നെ നീ എന്നെ ഉപേക്ഷിക്കും എന്നുള്ള പേടി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ എല്ലാവരും ആദ്യമേ തന്നെ ഉപേക്ഷിക്കുന്നു. പിന്നെ വലിയ ലക്ഷ്യങ്ങളില്ലാത്തൊരവസ്ഥയിലേക്ക് വരാം. പാരനോയിക്കായിട്ട് മാറാനുള്ളൊരു ടെൻഡൻസിയൊക്കെ ഉണ്ട്. സോ ഈ വ്യക്തി എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, പൊട്ടിത്തെറിക്കുന്ന ഒരു ബോബിൻ്റെ സ്റ്റൈലിലാണ് പലപ്പോഴും ഇയാളുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴാണ് ഇദ്ദേഹം കത്തിയെടുക്കുക, അയാളെ കുത്തുക സ്വയം മുറിക്കുക എന്ന് പറയാൻ പറ്റില്ല. സോ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക, കൗൺസിലിംഗ് എടുക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.